എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോമോ. അതെ, മോമോ ചലഞ്ചിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞ ഒരു ഗെയിം ഉണ്ടായിരുന്നു, ഒരു കില്ലർ ഗെയിം. അതായത് ഏകദേശം 50ഓളം ടാസ്കുകൾ തന്ന് 50ാമത്തെ ടാസ്കിൽ നമ്മളെ കൊണ്ട് സൂയിസൈഡ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഗെയിം ആയിരുന്നു ബ്ലൂ വെയിൽ ഗെയിം. ഏകദേശം റഷ്യയിൽ തുടങ്ങിയ ഈ ഒരു ഗെയിം 130ഓളം പേരുടെ മരണത്തിനിടയാക്കി. റഷ്യയിൽ മാത്രം, ഈവൻ ഇന്ത്യയിൽ 5ഓളം പേര് ഈ ബ്ലൂ വെയിൽ ഗെയിം മൂലം മരിച്ചു. അപ്പോൾ അതുപോലെയുള്ള ഒരു ചലഞ്ചാണ് മോമോ എന്ന് പറയുന്നത്. മോമോയും എങ്ങനെയാണ് ഇതിന് ഏകദേശം സിമിലർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി നമ്മെ കോൺടാക്ട് ചെയ്യുന്നു. ഇത് ആദ്യം തുടങ്ങിയത് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ നിന്നിട്ടാണ്. ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സപ്പ് എന്നിങ്ങനെയുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് വളരെ പ്രചരിക്കുന്നത് വാട്സപ്പ് മുഖേനയാണ്. വാട്സപ്പിൽ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് നമുക്ക് മെസ്സേജ് വരും. അപ്പോൾ ഇതൊരു ചലഞ്ചായിട്ടാണ്. അപ്പോൾ ഒരു ഗെയിം നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞിട്ട് ആണിത് മെസ്സേജ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചലഞ്ചിന് റിപ്ലൈ കൊടുക്കുന്നവരെ, അല്ലെങ്കിൽ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് റിപ്ലൈ കൊടുക്കുന്നവർക്ക് വളരെ ഹൊറർ പിക്ചേഴ്സും മറ്റുമൊക്കെ, വയലന്റ് പിക്ചേഴ്സ് ഒക്കെയാണ് അവർ സെൻഡ് ചെയ്യുന്നത്. നമ്മെ ആത്മഹത്യയിലേക്ക്, സൂയിസൈഡിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഇമേജസും മറ്റുമൊക്കെ ആയിരിക്കും, ടാസ്കുകളും മറ്റുമൊക്കെ ആയിരിക്കും അവർ തരുന്നത്. അപ്പോൾ ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ, ഈ മോമോ ചലഞ്ച് ശ്രദ്ധിക്കപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അർജന്റീനയിലുള്ള ഒരു 12 വയസ്സുകാരിയായ കുട്ടി സൂയിസൈഡ് ചെയ്തു. അപ്പോൾ 12 വയസ്സുകാരിയായ ഒരു കുട്ടി എന്തിനു സൂയിസൈഡ് ചെയ്തു എന്നുള്ള ഒരു ചോദ്യമുണ്ടായി. അങ്ങനെ അവളുടെ ഫോൺ ഹാക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഈ ഒരു മോമോ ചലഞ്ചിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. മോമോ ചലഞ്ചിനെ കുറിച്ച് കൂടുതലായി പറയുകയാണെങ്കിൽ, ഇത് വാട്സപ്പ് വഴി പ്രചരിക്കുമ്പോൾ, അതായത് ഒരു വാട്സപ്പ് അതിന്റെ മോമോ നമ്പേഴ്സിലെ DP എന്ന് പറയുന്നത്, പ്രൊഫൈൽ പിക്ചർ എന്ന് പറയുന്നത് ഒരു പേടിപ്പെടുത്തുന്ന ഒരു രൂപമാണ്. അതായത് ഒരു ജപ്പാനീസ് കലാകാരന്റെ ഒരു സൃഷ്ടിയാണ് ഇതിനു വേണ്ടി അവർ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വെറും ഇന്റർനെറ്റിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്, അല്ലാതെ ജപ്പാനീസ് ആർട്ടിസ്റ്റിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു പേടിപ്പെടുത്തുന്ന ഒരു രൂപമുള്ള ഒരു DPയിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് വരുന്നു, ഞാൻ മോമോ, നമുക്കൊരു ഗെയിം കളിച്ചാലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ പിന്നീട് നമ്മൾ റിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ചലഞ്ചസ് തരികയും, ഈ ചലഞ്ചസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അവർ മൈൻഡ് ചെയ്തിട്ട് നമ്മെ അത് യൂസ് ചെയ്ത് ത്രെട്ടൺ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇവർ അവലംബിക്കുന്നത്. അവസാനം നമ്മെ സൂയിസൈഡിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇത്തരം ഈ ഒരു വാട്സപ്പ് വഴി ഈ ഒരു പ്രചരിക്കുന്ന മോമോയെ ചുറ്റിപ്പറ്റി ഒരുപാട് അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. അതായത് ഇവര് മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ ഈവൻ ഫുൾ ഫോണിലെ കംപ്ലീറ്റ് ആക്സസ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഈവൻ നിങ്ങളുടെ ഫ്രണ്ട് ക്യാമറാസ് വരെ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും എന്നിങ്ങനെയുള്ള ചില അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ഇത്തരം അഭ്യൂഹങ്ങളൊക്കെ വളരെ ഫേക്കാണ്. കാര്യം അങ്ങനെ ഒരു വാട്സപ്പ് നമ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലെ ഒരു മെസ്സേജ് കൊണ്ട് നമ്മെ ഫോണൊന്നും പൂർണ്ണമായി ഹാക്ക് ചെയ്യാനോ അങ്ങനെയുള്ള ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ തെറ്റായ ഫേക്ക് ന്യൂസസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ കൊള്ളാമെന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ നമ്മുടെ ഫോൺ കംപ്ലീറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് ഹാക്കർമാർക്ക് കഴിയും. പക്ഷെ അത് ഒരിക്കലും ഈ മോമോ ചലഞ്ചിന്റെ ഭാഗമല്ല. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തേർഡ് പാർട്ടി, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ, നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നല്ലാതെ ഇൻസ്റ്റാൾ ചെയ്യുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിൽ നമുക്ക് അതിന്റെ സോഴ്സസിൽ നമുക്ക് അൺനോൺ സോഴ്സസ് ആയിട്ട്, അൺനോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ സേഫ് അല്ലാത്ത തരത്തിലുള്ള സോഴ്സുകളിൽ നിന്നിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൽ റാറ്റ് എന്ന് പറയുന്ന, അതായത് റിമോട്ട് ആക്സസ് ട്രോജൻ എംബഡ് ചെയ്ത് ആപ്ലിക്കേഷൻസിൽ എംബഡ് ചെയ്യാൻ പറ്റും. ഈ ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിലെ മുഴുവൻ ആക്സസും ഹാക്കേഴ്സിന് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ആ പെർമിഷൻസ് നമ്മൾ ഒരിക്കലും വായിച്ചു നോക്കാറില്ല, നമ്മളെ സ്ക്രോൾ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പെർമിഷൻസിൽ നമ്മുടെ ഫോണിന്റെ കംപ്ലീറ്റ് ആക്സസ് കൈക്കലാക്കുന്നതിനുള്ള പെർമിഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇത്തരം ആപ്ലിക്കേഷൻസ് നമുക്ക് സോഴ്സിനെ കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരം ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക.
പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോവുകയാണെങ്കിൽ അതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നമ്മൾ പ്ലേ പ്രൊട്ടക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് അതിലെ സെക്യൂരിറ്റി അൺനോൺ സോഴ്സ് ആ ഒരു സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എനേബിൾ ചെയ്തിടുക. അത് ഓഫ് ആണെങ്കിൽ എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഇത്തരം റാറ്റ് എംബഡഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ പ്ലേ പ്രൊട്ടക്ട് നമ്മളെ വാൺ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഒരു പരിധിവരെ ഇത്തരം ഹാക്കേഴ്സിന്റെ റാറ്റ് എംബഡഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ അറ്റാക്കുകളിൽ നിന്നിട്ടൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഓക്കെ, അല്ലാതെ ഇതൊരിക്കലും മോമോ ചലഞ്ചിന്റെ ഭാഗമായിട്ട് ഉള്ളതല്ല. മോമോ ചലഞ്ച് അങ്ങനെ ഫോൺ ഹാക്ക് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു സംഭവമല്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ആരും പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മൾ ഇന്ത്യക്കാർ ചലഞ്ചുകളെ മത്സരബുദ്ധിയോടെ വീക്ഷിക്കുന്ന വ്യക്തികളാണ്. നമ്മൾ ഓരോ ചലഞ്ചുകൾ വരുമ്പോഴും നമ്മളത് ഏറ്റെടുക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം കീ ചലഞ്ച് പോലുള്ള ചലഞ്ചുകൾ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. എനിക്കെങ്കിലും നിങ്ങളോട് പറയാനുള്ളത്, നല്ല നല്ല ചലഞ്ചുകളെ നമ്മൾ ഏറ്റെടുക്കുക. പ്ലാനറ്ററി അതുപോലുള്ള ചലഞ്ചുകളെ ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഡേഞ്ചറസ് ആയിട്ടുള്ള ചലഞ്ചസുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ മോമോ ചലഞ്ച് പ്രധാനമായും ഉന്നയിക്കുന്നത് കുട്ടികളെയാണ്. ഇപ്പോൾ നമുക്കറിയാം എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ ചെറുപ്പത്തിലെ തന്നെ നമ്മൾ മൊബൈൽ ഫോൺസ് ഒക്കെ വാങ്ങി നൽകാറുണ്ട്. അപ്പോൾ പാരൻസിനോട് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവരുടെ മൊബൈൽ നിങ്ങൾ ശ്രദ്ധിക്കുക. കാര്യം ഇതുപോലുള്ള ചലഞ്ചസുകൾ കുട്ടികൾക്ക് നമ്മളെപ്പോലെ അത്ര സീരിയസ് ആയിട്ട് ചിന്തിക്കാനോ അവരെ ഇതൊരു ഗെയിം പോലെ അവരെ കണക്കാക്കുകയും അവരത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് അത് അപകടത്തിലേക്ക് നയിക്കാം. അപ്പോൾ നിങ്ങൾ അവരുടെ യൂസേജിന് ഒന്ന് ശ്രദ്ധിക്കുക. അവരുടെ ബിഹേവിയറൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടോ എന്ന് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അവരുടെ ഫോണിൽ ഇത്തരം അൺനോൺ നമ്പേഴ്സ് ഒക്കെ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ മോമോ ചലഞ്ചിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആരും ഒന്നും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ മോമോ ചലഞ്ചിന് അഥവാ അൺനോൺ നമ്പേഴ്സിൽ നിന്നൊക്കെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അയ്യോ മോമോ ചലഞ്ച് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പേടിയും നമുക്ക് ആവശ്യമില്ല. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. കാര്യം ഈ മോമോ എന്ന് പറയുന്ന ഈ ഒരു ചലഞ്ചിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമുക്കിടയിൽ തന്നെയുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന കുറച്ച് പേര്, അതായത് ഒരു US നമ്പേഴ്സൊക്കെ നമുക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ ഈ നമ്പേഴ്സിൽ യൂസ് ചെയ്തിട്ട് അവർ ഈ മോമോയുടെ പിക്ചർ DP ആക്കിയിട്ട് വാട്സപ്പിൽ മറ്റുള്ളവർക്ക് മെസ്സേജ് ചെയ്ത് അവരെ പറ്റിക്കുന്ന തരത്തിൽ മെസ്സേജൊക്കെ ചെയ്യാറുണ്ട്. ഇതുപോലെ തന്നെ ഒരുപാട് പേര് ഈ ഒരു മോമോ ചലഞ്ചിനെ ദുരുപയോഗം ചെയ്യാൻ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളെല്ലാം അവരെ കരുതിയിരിക്കുക. ഇത്തരത്തിൽ ആരെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ മലയാളികൾ എല്ലാത്തിനെയും ഒരു തമാശ രൂപേണ സ്വീകരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ കണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് മോമോ ഫാൻസ് ഗ്രൂപ്പ് കേരള എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പുകൾ വരെ വന്നു. മോമോ ഫാൻസിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഞാൻ വാട്സപ്പിൽ കാണുകയുണ്ടായി. പക്ഷേ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഇതിലെ മെമ്പേഴ്സൊക്കെ ഇതുപോലെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു അൺനോൺ നമ്പർ യൂസ് ചെയ്തിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ ഒരു മോമോ എന്ന് പറയുന്ന ഈ ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത മറ്റുള്ളവർ എല്ലാം ഒരു ഭീതി ഉണർത്തുന്ന തരത്തിൽ ചിലത് പ്രാങ്ക് ആയിരിക്കും, ചിലത് ജസ്റ്റ് ഒരു ഫൺ കോസിന് വേണ്ടിയിട്ടായിരിക്കാം, ചിലർ അതിനെ മിസ്യൂസ് ചെയ്തിട്ട് അത് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആരും ഇത്തരം കെണികളിലൊന്നും പെടാതിരിക്കുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ അങ്ങനെ അഥവാ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നൈസായിട്ട് അത് ബ്ലോക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഇടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.